16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്നാണ്. രാവിലെ 9 മണിക്ക് MLA-മാരുടെ സത്യപ്രതിജ്ഞ തുടങ്ങും. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ആർ ശ്രീത് നിയമസഭയ്ക്ക് മുന്നിൽ ചെയ്യുന്നു. ശ്രീത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എപ്പോഴാണ് സത്യപ്രതിജ്ഞ തുടങ്ങുക? MLA-മാർ സഭയിലേക്ക് എത്തി തുടങ്ങിയോ? ആഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. സഭയിലേക്ക് MLA-മാരുടെ വരവ് തുടങ്ങിയിട്ടില്ല. പലരും MLA ഹോസ്റ്റലിലും ഇപ്പോൾ താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന തമ്പാനൂരിലെ ചൈത്രം ഹോട്ടലിലേക്കും മറ്റ് ഹോട്ടലുകളിലേക്കുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് വരെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒരു മഴയത്ത് ആദ്യമായി സ്കൂൾ പ്രവേശനത്തിന് പോകുന്ന കുട്ടികളെ പോലെ MLA-മാർ നിയമസഭയിലേക്ക് വന്നു കയറുന്ന ഒരു ദൃശ്യമായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചിരുന്നത്. എന്നാൽ മഴ ഒരല്പം ശമിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിലേക്ക് ഓരോ MLA-മാരും എത്തിത്തുടങ്ങും. 9 മണിക്കാണ്. അതുകൊണ്ട് 8 മണിയോടുകൂടി 8 മണി കഴിഞ്ഞായിരിക്കും ഈ MLA-മാർ എല്ലാവരും ഇവിടേക്ക് എത്താൻ പോകുന്നത്. ഇതിൽ 13 MLA-മാർ, 140 MLA-മാരിൽ 13 MLA-മാർ ഒരിക്കൽ പോലും ഈ നിയമസഭയുടെ കവാടം കടന്ന് സഭയ്ക്കകത്തേക്ക് പോയിട്ടില്ല. അതിനകത്തേക്ക് നമ്മുടെ അബിൻ വർക്കി, കോടിയേട്ട അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഒരു വട്ടം പോലും ഈ നിയമസഭയിലേക്ക് കടക്കാത്തവർ ഇത് ആദ്യമായി സത്യപ്രതിജ്ഞയ്ക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ എത്ര വലിയ മനോഹരമായ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അത്രയ്ക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരിക്കും അവർക്ക് ഈ സഭയിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും 9 മണിക്ക് പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ മുമ്പാകെയാണ് 140 MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. CPM വിട്ട് അമ്പലപ്പുഴയിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജി സുധാകരൻ ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് മുന്നിലാണ് മുഖ്യമന്ത്രി VD സതീശനടക്കം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം എല്ലാ പ്രധാന നേതാക്കളും, പ്രധാനമെന്നല്ല 140 പേരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മന്ത്രിമാർ നേരത്തെ മന്ത്രിമാർ എന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞ മാത്രമാണ്. ഇനി നിയമസഭാംഗം എന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞ കൂടി അവർക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് 140 MLA-മാരുടെയും സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ആർക്കെങ്കിലും ഇന്ന് അസൗകര്യം മൂലം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അവർക്ക് സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യമൊരുക്കും. സ്പീക്കർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. ചിലപ്പോൾ അത് സ്പീക്കറുടെ ചേംബറിൽ നടക്കാറുണ്ട്. അങ്ങനെയുള്ള പതിവുകളൊക്കെ ഉണ്ട്. എന്തായാലും നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDF-ന്റെ സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. LDF ഇതുവരെ സ്ഥാനാർത്ഥിയെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന കാര്യം അറിയിച്ചിട്ടില്ല. 102 സീറ്റിന്റെ ഭൂരിപക്ഷമുള്ള UDF-നെതിരെ മത്സരിച്ച് തൽക്കാലം ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്താൻ LDF തയ്യാറായേക്കില്ല എന്ന് വേണം കരുതാൻ. അല്ല ശ്രീത്ത്, MLA-മാരുടെ മൂത്താപ്പ ഉറപ്പായ കുഞ്ഞാപ്പയാണ്. എനിക്ക് തോന്നുന്നു 8 തവണയാണ് 9ാം തവണയാണ് സഭയിലേക്ക് എത്തുന്നത്. അബിൻ വർക്കി കൂടിയായിട്ടടക്കം ആദ്യമായി സഭയിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. ബാലുശ്ശേരിയിൽ നിന്ന് VT സൂരജ് എന്ന് പറയുന്ന ഇളമുറക്കാരനുണ്ട്. അങ്ങനെ യുവാക്കളുടെ ഒരു വലിയ ബ്രിഗേഡ് ഇതിനകത്തേക്ക് വരാൻ പോവാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷമുണ്ട്. അപ്പോൾ സംഭവബഹുലമായ ഒരു സഭ. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ മാത്രമേ ഉള്ളെങ്കിലും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് സംഭവബഹുലമായ ഒരു സഭയാകും അല്ലേ ശ്രീത്ത്? തീർച്ചയായും MLA-മാരിലെ മൂത്താപ്പ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അദ്ദേഹം 9ാം തവണയാണ് നിയമസഭാംഗമായി മാറുന്നത്. ഏതാണ്ട് 40-ൽ ഈ സമ്മേളന കാലയളവ് 16ാം കേരള നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് 40 വർഷം പിന്നിടും. ഇടയ്ക്ക് അദ്ദേഹം വേങ്ങരയിലെ MLA സ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിച്ചുകൊണ്ടാണ് ഈ 5 കൊല്ല ടേം പൂർണ്ണമായും ലഭിക്കാതിരുന്നത്. എന്തായാലും 91 മുതലുള്ള എല്ലാ നിയമസഭകളിലും അംഗമായിരുന്ന റെക്കോർഡാണ് PK കുഞ്ഞാലിക്കുട്ടിക്കുള്ളത്. നേരത്തെ അത് ഉമ്മൻചാണ്ടിക്കും KM മാണിക്കുമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന റെക്കോർഡാണ്. ആ റെക്കോർഡിലേക്കാണ് മലപ്പുറത്ത് നിന്ന് വരുന്ന പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ എന്ന PK കുഞ്ഞാലിക്കുട്ടി എത്തിപ്പിടിക്കുന്നത്. എന്നാൽ യുവജന പ്രാതിനിധ്യം വളരെയധികമുള്ള ഒരു സഭയാണിത്. വലിയൊരു നിര തന്നെ യുവ പ്രാതിനിധ്യമായി വരുന്നുണ്ട്. കാരണം LDF പഴയ സിറ്റിംഗ് MLA-മാരാണ് കൂടുതൽ പേരെ മത്സരിപ്പിച്ചെങ്കിൽ ഒരുപാട് യുവജനങ്ങൾക്ക് അവസരം കൊടുത്തത് UDF ആണ്. അതുകൊണ്ട് തന്നെ ആ UDF-ന്റെ നിരയിൽ വലിയ യുവജന പ്രാതിനിധ്യമുണ്ട്. അത് സഭയുടെ പൊതുവിലുള്ള അന്തരീക്ഷത്തെ വളരെ ഊർജ്ജസ്വലമാക്കും. കുറച്ചുകൂടി ശക്തമായ ഇടപെടലുകൾ, കുറച്ചുകൂടി ശക്തമായ ഈ ഒരു സാന്നിധ്യമൊക്കെയായി സഭയ്ക്കകത്തെ യുവജനങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ഇപ്പൊ എല്ലാവരും MLA-മാരാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ശത്രുത, അങ്ങനെ നിത്യശത്രുത, അങ്ങനെ നിത്യ സൗഹൃദം, അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ശത്രുത എന്നുള്ളത് സീസൺ രാഷ്ട്രീയക്കാർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ വലിയ വാശിയോടുള്ള ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അപ്പോൾ പ്രോട്ടയമായ ജി സുധാകരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പിണറായി വിജയൻ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. MLA-മാർക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടോ ശ്രീത്? MLA-മാർക്കിടയിൽ വ്യക്തിപരമായ അത്തരം കാലുഷ്യങ്ങൾ കാണാൻ സാധ്യതയില്ല. നമുക്കറിയാം, ഈ പോലീസ് രാഷ്ട്രീയക്കാരൊക്കെ എത്ര പറഞ്ഞാലും എതിർനിരയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്കൊരു സംഘബോധമുണ്ട് അക്കാര്യത്തിൽ.
അതായത് ഈ രാഷ്ട്രീയക്കാരാണ്, തങ്ങൾ ഒരേ മാർഗത്തിൽ ചലിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു സൗഹൃദത്തിൻ്റെതായ എല്ലാ കാഴ്ചപ്പാടുകളും പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ MLA-മാർ പരസ്പരം പോരടിക്കുമെന്നൊക്കെ പറയുമ്പോൾ വാളും പരിചയമെടുത്ത് അവർ തമ്മിൽ യുദ്ധം ചെയ്യുമെന്നൊന്നും അർത്ഥമില്ല. അതൊക്കെ ഒരു മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കണ്ടെത്തുന്ന വാർത്താ കൗതുകങ്ങൾക്കപ്പുറത്തേക്ക് അതിനെന്തെങ്കിലും ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.